നമ്മുടെ കാടിന് ഇത് എന്ത് സംഭവിച്ചെന്നേ അറിയില്ലല്ലോ. ദിവസവും ഏതെങ്കിലും ഒരു മൃഗത്തെ കാണാതെയാകുന്നു. എന്നാൽ രാജാവേ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഏതൊക്കെ മൃഗമാണോ കാണാതെയായത് അവരെല്ലാവരും അവസാനമായി ആ മാന്ത്രിക വാതിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ആ വാതിലിനുള്ളിലേക്ക് കയറി കാണും. അയ്യോ, എന്ത് ഭംഗിയുള്ള പഴമാണ്! ഇത്രയും ഭംഗിയുള്ള പഴം ഞാൻ ഇതിനു മുൻപേ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഇത് കഴിച്ചുമൊന്ന് നോക്കാം. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണമല്ലോ. അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ ഇത്? അയ്യോ, കാടിന്റെ എല്ലാ വശത്തും പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ചു. നമ്മുടെ കാടിന് ഇത് എന്ത് സംഭവിച്ചെന്നേ അറിയില്ലല്ലോ. ദിവസവും ഏതെങ്കിലും ഒരു മൃഗത്തെ കാണാതെയാകുന്നു. എന്നാൽ രാജാവേ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഏതൊക്കെ മൃഗമാണോ കാണാതെയായത് അവരെല്ലാവരും അവസാനമായി ആ മാന്ത്രിക വാതിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ആ വാതിലിനുള്ളിലേക്ക് കയറി കാണും. എന്നാൽ ആ മൃഗങ്ങളെല്ലാം ബുദ്ധിശാലികളാണ്. രാമു ആന, ചോട്ടു മാൻ, പിന്നെ മോണ്ടു കുരങ്ങ്. എല്ലാവർക്കും ആ വാതിലിനെ കുറിച്ച് നന്നായി അറിയാം. അങ്ങനെ ഇരുന്നിട്ടും അതിനകത്തേക്ക് എന്തിനു പോയി? ഈ മാന്ത്രിക വാതിൽ എന്താണ്? ആ മാന്ത്രിക വാതിൽ കറുത്ത മലയിലാണുള്ളത്. ആ വാതിലിന് വെളിയിൽ ഒന്നും കാണാൻ സാധിക്കില്ല. വെറും ഒരു വെളിച്ചം മാത്രമേ കാണാൻ സാധിക്കൂ. ഇന്നുവരെ അതിനുള്ളിലേക്ക് പോയവരെല്ലാം തിരിച്ചു വന്നിട്ടേയില്ല. ഈ കാട്ടിൽ ഇങ്ങനെ കാണാതെയാകുന്നത് ഗോൾഡി മനസ്സിലാക്കി. അവൻ എപ്പോൾ വേണമെങ്കിലും അനിയൻ ഷെരുവിനെയും കൂട്ടി നമ്മളെ ആക്രമിക്കാൻ വരാം. താങ്കൾ 2 പുലിയെ എങ്ങനെ നേരിടും? ഒരു രാജാവായിട്ട് ഞാൻ ഒരിക്കലും തോൽക്കില്ല. അവസാന ശ്വാസം വരെ ഞാൻ പോരാടും. മീട്ടു തത്ത ഇത് കണ്ട് ഒരുപാട് വിഷമിച്ചു. അത് ആ മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ രഹസ്യ വാതിലിനടുത്തേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള മരത്തിന് താഴെ കരടി ഒരു പുലിയോടൊപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ ഇത്? ഈ കാലു ബാലു ശത്രുവായ ഗോൾഡിയോട് എന്താണ് സംസാരിക്കുന്നത്? ഒന്ന് പോയി കേൾക്കാം. ഗോൾഡി രാജാവേ, താങ്കൾ പറഞ്ഞിട്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും അവരെ വിശ്വസിക്കുന്നത് പോലെ മനസ്സ് മാറ്റി ആ മാന്ത്രിക വാതിലിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇനി അവർ തിരിച്ചു വരികയേയില്ല. ആക്രമിക്കാനുള്ള സമയമായി. സിംഹരാജാവ് ഉറപ്പായും തോൽക്കും. അങ്ങനെ ചെയ്താൽ ഈ കാടും താങ്കൾക്ക് ഭരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നിനക്ക് ഈ കാടിന്റെ ഉയർന്ന അധികാരം തരാം. അങ്ങനെയാണെങ്കിൽ കാലു ഗോൾഡിയുടെ പക്ഷത്തായോ? ഇതിനെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ മിട്ടുവിന്റെ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നി. എന്താ കുഞ്ഞെ നീ നോക്കുന്നത്? അപ്പോൾ മിട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഗോൾഡിയുടെ കാട്ടിലെ പരുന്താണ്. മഹാരാജാവേ, നിങ്ങൾ പറയുന്നത് ഈ മിട്ടു കേട്ടു. അവനെ പിടികൂട്. അത് കേട്ടത് മിട്ടു പറക്കാൻ തുടങ്ങി. അത് അവിടെ നിന്ന് നേരെ മലയിലേക്ക് പറന്നുപോയി. പരുന്തും പിന്നാലെ തന്നെ പോയി. ദൈവമേ, എന്തെങ്കിലും വഴി കാണിക്കൂ, ഇല്ലെങ്കിൽ ഇതിനെ കൊന്നു തിന്നുമല്ല. അത് നേരെ പോയപ്പോൾ അടുത്തു തന്നെ ജ്വലിക്കുന്ന ഒരു സ്വർണവാതിലും വന്നു. അയ്യോ, ഇതാ മാന്ത്രിക വാതിലാണെന്ന് തോന്നുന്നു. ഇതിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചത്. ശരി, ഇതിനകത്തേക്ക് പോകാം. അങ്ങനെ ചിന്തിച്ച് മിട്ടുത്തത്ത ഉടനെ ആ രഹസ്യ വാതിലിനകത്തേക്ക് പോയി. അതെന്തായാലും നന്നായി. ഇനി ഇവൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് പരുന്ത് ഗോൾഡിയുടെയും കരടിയുടെയും അടുത്തേക്ക് പോയി.
അകത്തു പോയപ്പോൾ കുറച്ചു സമയം മിട്ടുവിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ചു ദൂരം പോയി നോക്കിയപ്പോൾ അതിന് കണ്ടതൊന്നും വിശ്വസിക്കാനേ പറ്റിയില്ല. എന്തെന്നാൽ അത് മനോഹരമായ കാടായിരുന്നു. അടുത്തു തന്നെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ടായിരുന്നു. മരത്തിലും ചെടിയിലും പൂക്കൾ വിരിഞ്ഞു നിന്നു. അപ്പോൾ അത് കണ്ടു കാട്ടിൽ നിന്നും മാഞ്ഞുപോയ എല്ലാ മൃഗങ്ങളും കൂട്ടിൽ അടഞ്ഞു കിടക്കുന്നത്. ആ കാട്ടിൽ നീലപക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു. സിംഹാസനത്തിൽ ഒരു പക്ഷിയും ഉണ്ടായിരുന്നു. ആരാണ് നീ? എന്തിനാണ് ഇവിടേക്ക് വന്നത്? പക്ഷി റാണി, ആദ്യം ഇത് പറയൂ, എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എന്തിനാണ് ബന്ധനസ്ഥരാക്കിയിരിക്കുന്നത്? ഇനി നീയും ഇവരെ പോലെ ഇവിടെ അടഞ്ഞു കിടക്കാനാണ് പോകുന്നത്. അങ്ങനെ റാണി എന്തോ ഒരു മന്ത്രം പറഞ്ഞു. എന്നാൽ മിട്ടുവിനെ ആ മന്ത്രം ഒന്നും ചെയ്തില്ല. എന്താ ഇത്? എന്തുകൊണ്ട് എന്റെ മാന്ത്രിക ശക്തി നിന്നിൽ ഫലിക്കാതെ പോകുന്നത്? അങ്ങനെ വീണ്ടും അത് ശ്രമിച്ചു നോക്കി. എന്നാൽ വീണ്ടും മിട്ടുവിനെ ഒന്നും തന്നെ അത് ചെയ്തില്ല. അത്യാഗ്രഹമില്ലാതെ ആരെങ്കിലും വന്നാൽ അവരെ എന്റെ മന്ത്രം ഒന്നും ചെയ്യില്ല. നീ ഒന്നും മോഹിച്ചല്ലേ ഇവിടേക്ക് വന്നത്? ഇല്ല റാണി പക്ഷിയെ, ഒരു പരുന്തിന്റെ പിന്നാലെ വന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് കയറിയത്. അപ്പോൾ നീ നല്ലവനാണ്. നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഞാൻ ഉറപ്പായും ഒരു സമ്മാനം തരും. അങ്ങനെ പറഞ്ഞ് റാണി വീണ്ടും ഒരു മന്ത്രം പറഞ്ഞു. അപ്പോൾ റാണിയുടെ കയ്യിലുള്ളതുപോലെ ഒരു മാന്ത്രിക ദണ്ട് ആ തത്തയുടെ കൈകളിലും വന്നു. ഒരുപാട് ഒരുപാട് നന്ദി. എന്നാൽ ഈ സമയം ഈ മാന്ത്രിക ദണ്ടിലുപരി എന്റെ സുഹൃത്തുക്കളെയാണ് എനിക്ക് വേണ്ടത്. ഞങ്ങളുടെ കാട് ആക്രമിക്കാൻ പോകുക. അതെങ്ങനെയെങ്കിലും എനിക്ക് പോയി തടഞ്ഞേ പറ്റൂ. ശരി മിട്ടു, അത്യാഗ്രഹം കൊണ്ട് ഇവിടെ വന്ന ആരെയും ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. എന്നാൽ നീ ചോദിച്ചതുകൊണ്ട് ഇവരെ എല്ലാം ഞാൻ വിട്ടയക്കാം. അങ്ങനെ പറഞ്ഞ ആ കുരുവി റാണി എല്ലാവരെയും കൂട്ടിൽ നിന്നും മോചിതരാക്കി. മറുവശത്ത് ഗോൾഡി ആ കാടിനെ ആക്രമിക്കാൻ പോകാൻ വേണ്ടി തന്റെ അനുജനോടൊപ്പം വന്നു നിന്നു. സിംഹരാജാവ് അവിടെ തനിച്ചായിരുന്നു. സിംഹരാജാവേ, നിങ്ങൾ തോറ്റെന്ന് സമ്മതിച്ചോളൂ. നിങ്ങളുടെ കാട്ടിലുള്ള എല്ലാവരെയും കാണാതെയായി. ഞങ്ങൾ 2 പേരുണ്ട്. നിനക്ക് തനിയെ 2 പേരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കുഴപ്പമില്ല, ഞാൻ ചത്താൽ പോലും ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഈ കാടിന്റെ രാജാവാണ് ഞാൻ. രാജാവായി ചാകും. അങ്ങനെ സിംഹരാജാവ് അവർക്ക് നേരെ ചാടി. അപ്പോൾ മിട്ടു എല്ലാ മൃഗങ്ങളുമായി അവിടേക്ക് വന്നു ചേർന്നു. നിൽക്കൂ സിംഹരാജാവേ, നിങ്ങളിപ്പോൾ തനിച്ചല്ല ഉള്ളത്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കി. മിട്ടുത്തത്ത അതിനോടൊപ്പം കാണാതായ എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൊണ്ടുവന്നു. അത് കണ്ട് ഗോൾഡിയും കരടിയും എല്ലാവരും ഷോക്കായി. സിംഹരാജാവേ, എല്ലാ മൃഗങ്ങളോടും കള്ളം പറഞ്ഞ് ആ മാന്ത്രിക വാതിലിൽ കാലുപാല് കരടിയാ പറഞ്ഞയച്ചത്. ഇവൻ ഗോൾഡിയുടെ ജാരനാണ്. അതെയോ? അവൻ ഉറപ്പായും ശിക്ഷയുണ്ട്. നീ ഒരു സിംഹമായിട്ടും ഞങ്ങളെ 2 പേരെയും തോൽപ്പിക്കാൻ പറ്റുന്നില്ലേ? തോൽവി സമ്മതിച്ചോ? അതാണ് നിങ്ങൾക്ക് നല്ലത്. സിംഹരാജാവ് തനിച്ചല്ല. അങ്ങനെ പറഞ്ഞു മിട്ടു അതിന്റെ മാന്ത്രിക ശക്തി സിംഹത്തിൽ ഉപയോഗിച്ചപ്പോൾ ആ സിംഹരാജാവിനെ പോലെ മറ്റൊരു സിംഹരാജാവും അവിടേക്ക് വന്നു. ഇതെങ്ങനെ സാധ്യമാകും? ഇപ്പോൾ 2 സിംഹരാജാവും അവരെ ആക്രമിക്കാൻ തുടങ്ങി. ഗോൾഡിയും അവന്റെ അനിയനും പോരാടി അവർ അവസാനം തോൽക്കുകയും ചെയ്തു. അവർ അവരുടെ തോൽവി സമ്മതിച്ചു. ഞങ്ങൾ തോൽവി സമ്മതിക്കാം. ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോയിക്കോളൂ. കൂടെ ഈ ദ്രോഹിയെയും കൊണ്ടുപോയിക്കോളൂ. അത് കേട്ടതും അവർ 2 പേരും ആ കരടിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. സിംഹരാജാവിനോടൊപ്പം ചേർന്ന എല്ലാ മൃഗങ്ങളും മിട്ടുവിനോട് നന്ദിയും പറഞ്ഞു. അങ്ങനെ ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വീണ്ടും സന്തോഷത്തോടെ ജീവിച്ചു. മിട്ടുത്തത്ത എപ്പോഴും അതിന്റെ കൂടെയുള്ള മൃഗങ്ങൾക്ക് അതിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് സഹായം ചെയ്തു. ആ രഹസ്യവാതിൽ ഇപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. എന്റെ ദൈവമേ, എന്താ ഇത്? ഇതിൽ ഇത്ര എരിവ്? ആ ബുൾബുൾ, നീ എന്തിനാ ഇതിൽ ഇത്ര എരിവിട്ടത്? അയ്യോ. ചമ്പാവനത്തിൽ എല്ലാ പറവകളും ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ജീവിച്ചു. എല്ലാ ഭാഗത്തും സന്തോഷം മാത്രം. ആ പറവകളിൽ ജുമിരി എന്നൊരു പ്രാവുണ്ടായിരുന്നു. അതിന് കണ്ണു കാണില്ല. ഈ മരത്തിൽ ഒരുപാട് പറവകൾ ജീവിക്കുന്നുണ്ട്.
എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് അവരുടെ ചിരിയുടെ ശബ്ദത്തിൽ മനസ്സിലാകുന്നു. പക്ഷേ ആ മരത്തിൽ എത്ര പറവകൾ ജീവിച്ചിരുന്നാലും കണ്ണു കാണാത്ത ആ പ്രാവിനെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നു. വിഷമിപ്പിക്കുന്ന വാക്കുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. പാവം, അതുകൊണ്ട് ആ പ്രാവ് ഒരുപാട് വിഷമിക്കുമായിരുന്നു. ആഹാ, ഇവിടെ നോക്കൂ, കാലാവസ്ഥ എത്ര മനോഹരമാണെന്ന്. ഇപ്പൊ പറക്കണമെന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് ശരി. പക്ഷെ നോക്കി, പ്രാവ് അതിന് കണ്ണു കാണില്ലല്ലോ. അതുകൊണ്ട് കാലാവസ്ഥ എങ്ങനെയാണെങ്കിലും അതിനെ എന്തറിയാൻ പോകുന്നു? എനിക്ക് കാണാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും കാലാവസ്ഥ കണ്ട് സന്തോഷിക്കുന്നു. അതിൽ ആ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. ചുമരി, ശരിക്കും നീ പാവമാണ്. എപ്പോഴും ഈ കൂടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. നിനക്കൊരു സന്തോഷവും അനുഭവിക്കാൻ കഴിയില്ല, ഒരു സന്തോഷവും കാണാനും പറ്റില്ല. അതുകൊണ്ട് എന്താ, എന്റെ ജീവിതകാലം ഈ ഇരുട്ട് മാത്രമായിരിക്കും എന്തോ. ചുമരിപ്രാവിന് ആ മരം വിട്ടെവിടേക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആൽമരത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റുള്ള പക്ഷികൾ അതിന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ? ഇതാ അമ്മായി, എന്റെ അമ്മായി നിങ്ങൾക്ക് വേണ്ടി പക്കോട കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കും. വളരെ നന്നായി നിന്റെ അമ്മായിമ്മ പക്കോട കൊടുത്തയച്ചത്. ഒരുപാട് നേരമായി ഞാൻ വിശപ്പില്ല. ആരും ഭക്ഷണം തരാൻ വന്നേയില്ല. അവർക്കെന്താ, അവർ പറയേണ്ടത് പറയും, പക്ഷെ ചെയ്യേണ്ടത് ഞങ്ങളാ. വീട്ടിലെ പണികൾ നോക്കണം, അവരെ നന്നായി നോക്കണം. തനിച്ചാക്കി എവിടെയും പോകാൻ പറ്റില്ല. ഞങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഈ ആൽമരത്തിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അമ്മായിമ്മ, അവർക്ക് എല്ലാം ഞാൻ ചെയ്തും കൊടുക്കണം. ജുംരി പ്രാവ് ഒരേ ഒരു പക്കോട എടുത്ത് കഴിച്ച ഉടനെ തന്നെ അതിനാ പക്കോട വളരെ എരിവ് തോന്നി. അത് ഉറക്കെ കരഞ്ഞു. എന്റെ ദൈവമേ, എന്താ ഇത്? ഇതിൽ ഇത്ര എരിവ്? ആ ബുൾബുൾ, നീ എന്തിനാ ഇതിൽ ഇത്ര എരിവിട്ടത്? അയ്യോ, കൊണ്ടുവന്ന് തന്നതേ വലിയ കാര്യം. ഇതിൽ ഇതും പറയുന്നു. എരിവ് കൂടുതലല്ലേ? കുറവായൊന്നും ഞാൻ തന്നില്ലല്ലോ. കഴിക്കാണെങ്കിൽ കഴിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. എന്റെ അമ്മായിമ്മ പറഞ്ഞത് കൊണ്ടാ പക്കോട നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയും ഇത് ചെയ്യുമ്പോഴേക്കും വിയർത്തത്? നിങ്ങളിവിടെ സന്തോഷത്തിൽ വെറുതെ ഇരിക്കുകയല്ലേ? ബുൾബുൾ ഇങ്ങനെ പറഞ്ഞത് കേട്ട് പാവം ആ പ്രാവ് ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷേ വിശപ്പ് കൂടിയതുകൊണ്ട് ആ എരിവുള്ള പക്കോട പോലും അത് വേറെ വഴിയില്ലാതെ കഴിച്ചുകൊണ്ടിരുന്നു. മെല്ലെ മെല്ലെ നാളുകളും കടന്നുപോയി. ഇപ്പോ തണുപ്പ് കാലവും വന്നു. എന്റെ ദൈവമേ, എന്താ ഇത് ഇങ്ങനെ തണുക്കുന്നു? എനിക്കിടാൻ സ്വെറ്റർ പോലും ഇല്ല. അയ്യോ, സ്വെറ്റർ ഇടാതെ തണുപ്പിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടും. എന്ത് പറ്റി കിളി? മനസ്സിനുള്ളിൽ നീ എന്താ പറയുന്നത്? അമ്മേ, തണുപ്പ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെയുള്ള ആർക്കും സ്വെറ്റർ പോലും ഇല്ല. കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സ്വെറ്റർ എല്ലാം കീറിപ്പോയി, അല്ലെങ്കിൽ ചെറുതായി. തണുപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് സ്വെറ്റർ വാങ്ങാമായിരുന്നില്ലേ? നിങ്ങൾക്കറിയില്ലേ തണുപ്പ് കാലം വരുന്നു എന്ന്? ആദ്യമേ എല്ലാ ഏർപ്പാടുകളും ചെയ്യേണ്ടതല്ലേ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ സ്വെറ്റർ വിൽക്കുന്ന ആ ഒരു പ്രാവില്ലേ, അത് ഈ കാട് വിട്ട് വേറെ കാട്ടിലേക്ക് പോയി. ഞങ്ങളിപ്പോ സ്വെറ്റർ എവിടുന്ന് വാങ്ങും? കാറ്റ് ഒരുപാട് തണുത്ത് വീശുന്നു. എല്ലാവരും അവരവരുടെ കൂട്ടിലുള്ളതാ നല്ലത്. പക്ഷിക്കൂടിനുള്ളിൽ തണുപ്പിൽ രക്ഷപ്പെട്ടാ നല്ലത്. അയ്യോ കിളി, എന്തിനാ വിഷമിക്കുന്നേ? എന്റെ കയ്യിൽ കുറച്ച് വുള്ളനുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരു മഫ്ലർ തുന്നിത്തരാം. ഞാൻ അപ്പോ മഫ്ലർ നന്നായി തുന്നുമെന്ന് അമ്മ പറയും. ഞാൻ നിനക്ക് തീർച്ചയായും തുന്നിത്തരാം. പക്ഷേ നിങ്ങൾക്ക് കണ്ണു കാണില്ല. നീ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കെ. ഞാൻ കണ്ണു കാണാതെ എങ്ങനെ മഫ്ലർ തുന്നുന്നു എന്ന്. ജുമരിപ്രാവ് ഒരു ദിവസം കൊണ്ട് ഒരു മഫ്ലർ തുന്നിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് കൊണ്ടുപോയി ആ കിളിക്ക് കൊടുത്തു. ആഹാ പ്രാവമായി, ഇതൊരു അതിശയം തന്നെ. നിങ്ങൾ തന്ന ഈ മഫ്ലർ ഇട്ട ഉടനെ ഒരു തണുപ്പും എനിക്ക് അറിയുന്നതേയില്ല. ഇങ്ങനെയുള്ള മഫ്ലർ ഞാൻ കണ്ടതേയില്ല. നിങ്ങൾ തുന്നിയ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത്ര തന്നെ, വേറെ എന്ത് വേണം? പക്ഷേ ഇതെങ്ങനെ നിങ്ങൾ തുന്നി? നിങ്ങൾക്ക് കണ്ണു കാണില്ലല്ലോ. ദൈവം ഒരു വാതിലടച്ചാൽ തീർച്ചയായും വേറൊരു വാതിൽ തുറക്കും. എനിക്ക് കാഴ്ചയില്ലെങ്കിലും ഞാൻ നന്നായി മഫ്ലർ സ്വെറ്റർ തുന്നും.
ആ കിളിയിട്ടിരിക്കുന്ന മഫ്ലർ കണ്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അതുപോലെ മഫ്ലർ വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ ആ കിളി എല്ലാവരോടും പറഞ്ഞു നമ്മുടെ ചുമരിപ്രാവാണ് തുന്നിയത് എന്ന്. പക്ഷെ അത് ആരും വിശ്വസിച്ചില്ല. എന്താ പറയുന്നേ നീ? ചുമരിപ്രാവ് സ്വെറ്റർ തുന്നിയോ? ഹാ, ഇത് വിശ്വസിക്കുന്ന പോലില്ല. എനിക്ക് കാഴ്ചയുണ്ട്, പക്ഷെ എനിക്ക് പോലും ആ ഡിസൈൻ അറിയില്ല. പക്ഷെ ചുമരിപ്രാവിന് കണ്ണു കാണില്ല, അതിന് ഇത്ര നല്ല ഡിസൈൻ ഇടാൻ അറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലയോ? എനിക്കത് പ്രശ്നമല്ല. ഞാൻ ഇന്നാണ് ശരിക്കും ഒരു കാര്യം അറിഞ്ഞത്. അവർ ശരിക്കും നന്നായി സ്വെറ്റർ തുന്നുന്നു. നമ്മളിപ്പോ തണുപ്പിൽ കഷ്ടപ്പെടുന്നില്ലേ? എന്തെന്നാൽ നമുക്ക് സ്വെറ്റർ മഫ്ലർ ഒന്നുമില്ലായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഞാൻ നാളെ ആ ചുമരിപ്രാവിന്റെ അടുത്ത് ചെന്ന് ഇതെന്താണെന്ന് കണ്ടുപിടിക്കും. ടുൻടുൻ പറവ ചുമരിപ്രാവിനെ കാണാൻ ചെന്നു. അപ്പൊ അതവിടെ കണ്ടു. ശരിക്കും ചുമരിപ്രാവ് ഒരു സ്വെറ്റർ തുന്നുന്നത്. അത് ശരിക്കും നല്ല ഡിസൈൻ ഇട്ടുകൊണ്ടിരുന്നു. ആ സ്വെറ്റർ ഇട്ടാൽ അത് തീർച്ചയായും തണുപ്പ് സഹിക്കും. ചുമരിപ്രാവേ, എന്നോട് ക്ഷമിക്ക്. ഇതുവരെ ഞങ്ങൾ നിന്നെ കളിയാക്കി. പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു കഴിവുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് വേണ്ടിയും ഒരു സ്വെറ്റർ തുന്നിത്തരുമോ? ആഹാ, തീർച്ചയായും. എനിക്ക് ജോലി ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചുമരിപ്രാവിന്റെ കഴിവിനെ കുറിച്ച് ഇപ്പൊ കാട്ടിൽ എല്ലാവരും മനസ്സിലാക്കി. എല്ലാവരും അതിനോട് സ്വെറ്റർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ചുമരിപ്രാവ് ഇപ്പൊ ഒരു സ്വെറ്റർ കട ഓപ്പൺ ചെയ്തു. അവിടെ വരുന്നവരെല്ലാവരും ചുമരിയോട് സ്വെറ്റർ വാങ്ങിക്കൊണ്ടുപോയി. അതിന്റെ സ്വെറ്റർ വേഗം വിറ്റ് തീർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആരോട് സഹായം ചോദിക്കേണ്ട അവസ്ഥ അവൾക്കില്ല. അങ്ങനെ അത് അതിന്റെ ജീവിതം സന്തോഷമായി ജീവിച്ചു. എന്നോട് ക്ഷമിക്കൂ. അന്ന് ഞാൻ അറിയാതെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കുള്ള കഴിവ് ഒരുപാടുണ്ടല്ലേ. ദയവ് ചെയ്ത് എനിക്കും അത് പഠിപ്പിക്കുമോ? ഹാ, തീർച്ചയായും. ഞാൻ നിന്നെയും പഠിപ്പിക്കാം. അപ്പോ നിനക്ക് വീട്ടിലുള്ള എല്ലാവർക്കും സ്വെറ്റർ തുന്നിക്കൊടുക്കാം. ചുമരിപ്രാവ് ചില പറവകൾക്ക് സ്വെറ്റർ തുന്നുന്നത് പഠിപ്പിച്ചു കൊടുത്തു. അത് മാത്രമല്ലാതെ സ്വെറ്റർ അത് തന്നെ തുന്നി വിറ്റു. അതുകൊണ്ട് ഒരുപാട് പേർ അത് കണ്ട് സന്തോഷിച്ചു. ഇപ്പൊ അതിന് കാഴ്ചയില്ല എന്ന് ആരും കളിയാക്കുന്നതേയില്ല.